പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ അടിയനെ ദൈവം കൃപ ചെയ്തതിനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മോട് സുവിശേഷം പറയുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. നാം ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നാം കടന്നു ചെന്ന് മറ്റുള്ളവരെ, നാം ദൈവത്തിൻ്റെ ശിഷ്യകൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ ആയതുപോലെ നാം കടന്നു ചെന്ന് മറ്റുള്ളവരെയും ദൈവത്തിൻ്റെ ശിഷ്യന്മാരും ശിഷ്യകളും ആക്കി മാറ്റണം എന്നുള്ളതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഓരോ ദിവസവും നമുക്ക് എങ്ങനെയൊക്കെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ കഴിയുമോ അപ്രകാരമെല്ലാം ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൈവം നമ്മെ അനുഗ്രഹിച്ച വിധങ്ങളെക്കുറിച്ച്, നാം ഇത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണെന്നും, ദൈവത്തിൻ്റെ വലിയ വലിയ വീര്യപ്രവൃത്തികളെക്കുറിച്ച്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളെക്കുറിച്ച് ഒക്കെ ദൈവമക്കൾ ഓരോരുത്തരും മറ്റുള്ള വ്യക്തികളോട് പറഞ്ഞ് ദൈവത്തെ അവരും രുചിച്ചറിയുവാനുള്ള ഭാഗ്യം അവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ദൈവമക്കളായ നാം ഓരോരുത്തർക്കും കർത്താവ് നൽകിയിരിക്കുന്നതായ കർത്തവ്യം. അതുകൊണ്ട് ദൈവമക്കളെ, എല്ലാ ദിവസവും നാം ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയുവാൻ, കർത്താവിനെ കുറിച്ച് പറയുവാൻ, കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നാം ആഗ്രഹിക്കണം. വ്യക്തിപരമായി ചെന്ന് സംസാരിക്കുവാൻ കഴിയാത്തവർക്ക് നമ്മുടെ കരങ്ങളിലിരിക്കുന്നതായ ആ സെൽഫോൺ ഉപയോഗിച്ച് ദൈവവചനം മറ്റുള്ളവരോട് പറയുവാനും നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും സാധിക്കും. നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ദൈവം നമുക്ക് ചെയ്തു തന്ന നന്മകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ സത്യ ദൈവത്തെ അവരും കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവമക്കളെ, നാം നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ കരങ്ങളിലുള്ള ഫോണിലുള്ള കോണ്ടാക്ട്സ് നമ്പറുകളിലോട് ഒക്കെ നാം വചനം ഷെയർ ചെയ്യുമ്പോൾ നാം അവിടെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നാം ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരും ദൈവത്തിൻ്റെ ശിഷ്യന്മാർ ആയിത്തീരുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവം അവരെ ഒരുക്കും. ദൈവമക്കളെ, നാം അവരോട് നമുക്ക് കിട്ടിയതായ നന്മകൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്കും അതുപോലെ കഷ്ടതയിലും പ്രയാസത്തിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിലൂടെ, കർത്താവിലൂടെ വിടുതൽ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ കടന്നു വന്നിട്ട് അവരും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുവാൻ ഇടയായിത്തീരും. അപ്പോൾ അവർ തന്നെ നിങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യും, എങ്ങനെ ദൈവത്തെ അറിയുവാൻ സാധിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ പോകുന്ന സഭയിൽ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് പോയി ദൈവത്തെ അവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, അവരും സത്യദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം അവർക്കും പകർന്നു കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ദൈവമക്കളെ. അതുകൊണ്ട് ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യമാണത്. നമ്മോട് കർത്താവ് പറഞ്ഞിരിക്കുന്നതായ ദൗത്യമാണ്. കർത്താവിനെ രുചിച്ചറിഞ്ഞ, കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിഷ്യകൾ എന്ന് അഭിമാനിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ കരങ്ങളിലേക്കും ദൈവം, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ദൗത്യമാണ് ലോകത്തിൻ്റെ അവസാനം വരെയും പോയി, ലോകത്തെമ്പാടും പോയി എല്ലാവരെയും കർത്താവിൻ്റെ ശിഷ്യരാക്കുവാൻ എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യമാണ്. അതുകൊണ്ട് നാം അറിഞ്ഞ ആ ദൈവത്തെ, നാം അറിഞ്ഞ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരും, നമുക്കറിയാവുന്ന വ്യക്തി ജീവിതങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാത്തതാകട്ടെ, നമ്മുടെ പരിസരത്തുള്ളതാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആകട്ടെ, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ റിലേറ്റീവ്സ് ആവട്ടെ, അങ്ങനെ അകന്ന എല്ലാ വ്യക്തികളിലേക്കും
നമ്മുടെ കർത്താവിനെ നമുക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നാം ഓരോ ദിവസവും നാം നമ്മുടെ ഫോണിലൂടെ നാം വചനങ്ങൾ കൈമാറുമ്പോൾ നമ്മുടെ സാക്ഷ്യങ്ങൾ കൈമാറുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ലഭിച്ചതായ അത്ഭുതമായ വിടുതലിനെ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ അവിടെ ദൈവത്തെ ഉയർത്തുകയാണ് നാം ചെയ്യുന്നത്. അങ്ങനെ ആ ദൈവത്തെ ഉയർത്തുമ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ള വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തെ തൊടുവാനും അവരും ദൈവത്തെ രുചിച്ചറിയുവാനും അവരും സത്യദൈവത്തെ തിരിച്ചറിയുവാനും അവർ ആ സത്യദൈവത്തെ മുറുകെ പിടിച്ച് ആരാധിക്കുവാനും ഇടയായിത്തീരും ദൈവമക്കളെ. അങ്ങനെ ദൈവം നമുക്ക് ഏൽപ്പിച്ചതായ ആ ദൗത്യത്തെ നാം മുൻകൈ എടുത്തുകൊണ്ട് നാം ഇറങ്ങുകയാണെങ്കിൽ ലോകത്തെ മുഴുവനും ക്രിസ്തുവിൻ്റെ കീഴിലാക്കുവാൻ, ക്രിസ്തുവിൻ്റെ പൈതങ്ങളാക്കി മാറ്റുവാൻ, സത്യദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളാക്കി മാറ്റുവാൻ, യേശു കർത്താവിൻ്റെ ശിഷ്യകളും ശിഷ്യന്മാരുമാക്കി മാറ്റുവാൻ നാമും പങ്കാളികളായി തീരുന്നതോടുകൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം വീണ്ടും, ദൈവത്തിൻ്റെ നന്മകൾ വീണ്ടും നാം പ്രാപിക്കുവാനിടയായിത്തീരും. നാം ദൈവത്തെക്കുറിച്ച് ഉയർത്തുന്നതിനനുസരിച്ച്, ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മെ മാനിക്കുവാൻ, ദൈവം നമ്മെ ഉയർത്തുവാൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. അതിനാൽ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.